സ്റ്റൈറ്റിലില്ലേ സംഭവം ക്ലിക്ക് ബൈറ്റ് ഒന്നുമല്ല. നമ്മൾ 75 days ചാലഞ്ച് എടുക്കാന്ന് വിചാരിച്ചു. ഓക്കെ, സോ എന്തായാലും ചാലഞ്ച് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ വീഡിയോ കൊണ്ട് എടുക്കാമെന്ന് വിചാരിച്ച് 75 days നമ്മൾ ഡെയിലി വ്ളോഗും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഫോളോ ചെയ്യണം. ഓക്കെ, അതെങ്ങാനും ഒരു ദിവസം നമ്മൾ തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും day 1 മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അതാണ് എൻ്റെ പണി. ആദ്യം വിചാരിച്ച് വെറുതെ ചാലഞ്ച് മാത്രം ചെയ്യാമെന്ന്, പിന്നെ ഞാൻ പറഞ്ഞു മച്ചാനെ എന്തായാലും തുടങ്ങിയല്ലേ നമുക്ക് വ്ളോഗും കൂടെ എടുക്കാമെന്ന്. ഗൈസ്, ഇനി അടുത്ത 75 ദിവസം നമ്മൾ ചാലഞ്ച് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് തിരക്കുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ക്യൂസസ് ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, നിങ്ങൾക്ക് അതിന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 75 days എന്നല്ല, ഭയങ്കര പണിയാണ് ചെയ്യാൻ. കുറെ ആൾക്കാർ ചെയ്തിട്ട് ക്വിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ട് എങ്ങാനും അവിടെ സ്റ്റോപ്പ് ആയി പോയി കഴിഞ്ഞാൽ വീണ്ടും ചെയ്യണം. നല്ല പണിയാണ് എനിക്കറിയാം, പക്ഷെ അറ്റംപ്റ്റ് ചെയ്യണം. അറ്റംപ്റ്റ് ചെയ്തിട്ട് എങ്ങാനും ഫെയിൽ ആയി കഴിഞ്ഞാൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, മക്കുണ്ടാ പേടിയില്ലേ? അങ്ങനത്തെ ഒരു പോയിന്റിലെത്തിക്കാൻ നമ്മൾ ക്വിറ്റ് ചെയ്യാൻ നിൽക്കാൻ വേണ്ടി വ്ളോഗ് ചെയ്യണത്. ക്വിറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ നിങ്ങളുടെ കളിയാക്കണം. ഓക്കെ, അപ്പൊ കളിയാക്കലേക്ക് നിർത്താൻ തോന്നുന്നില്ല. ഓക്കെ, സോ അതിനുവേണ്ടി വ്ളോഗ് കൂടി ചെയ്യണം. ഓക്കെ, അപ്പൊ അത്രക്ക് ഹാർഡായിട്ട് പോകാൻ നമ്മുടെ പ്ലാൻ. അപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ തുടങ്ങാം നമ്മുടെ കൂടെ. ലെറ്റ്സ് ഗോ. അതാണ് അല്ലേ? അപ്പോൾ തുടങ്ങാനുള്ളവരാണെങ്കിൽ ഇന്നും തുടങ്ങിക്കോ. ഓക്കെ, എൻ്റെ റോഡിങ് കല്ലൊക്കെ കുറച്ചുണ്ട് പറഞ്ഞുതരാം. ലെറ്റ്സ് ഗോ. ഞാൻ അടുത്തതായിട്ട് എനിക്ക് സൈക്കിൾ സർവീസ് ചെയ്യാൻ കൊണ്ടുപോകണം, അതുവേണ്ടി പോവുകയാണ്. പീസ്. സൈക്കിൾ സർവീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല മഴ, സോ ഇനി മഴ കണ്ടാണ് വീട്ടിൽ പോകാൻ. അപ്പം ഞാൻ നല്ല മഴ ചെയ്ത് ഞാനിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ഇതേ മഴയത്ത് വിളിച്ചിട്ട് വന്നത്. ഓക്കെ, ബാക്ക് നല്ല അയക്കായിട്ടുണ്ട്. സോ വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ 75 days ഹാർഡ് ചാലഞ്ച് റൂൾസ് പറഞ്ഞാൽ. ഓക്കെ, നേരെ മുകളിൽ പോവാം. ഇപ്പം ഇതാണ് നമ്മുടെ റൂൾസ് കേട്ടോ. ഞാൻ വരുന്നത് സൗണ്ട് വർക്കൗട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഓടാ ചാടാ എന്താണെന്ന് ചെയ്യുക പുറത്ത് നിന്നിട്ട്. പിന്നെ അതുപോലെ ഇൻഡോർ എന്ന് പറയുമ്പോൾ ജിമ്മിൽ വർക്കൗട്ടാണ്. ഞാൻ ജിമ്മിൽ പോകാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കുഴപ്പമില്ല. ഔട്ട്ഡോർ വർക്കൗട്ടും ചെയ്യണം. 45 മിനിറ്റ് ഓടാൻ പോകും പുറത്ത്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. 1 gallon വാട്ടർ കുടിക്കണം ഡെയിലി. 1 gallon എന്ന് പറയുമ്പോൾ 3.75 liters വാട്ടറാണ്. പിന്നെ ഈറ്റ് ഹെൽത്തി ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്കാണെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാട്ടെ, പക്ഷേ പ്രോട്ടീൻ വെച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. അല്ലാണ്ട് വെറുതെ ഈ ലൈക്ക് മയോണൈസൊക്കെ ഒന്ന് കൂട്ടി കഴിക്കരുത്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വീട്ടിൽ ഫുഡ് കഴിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ 10 pages ഡെയിലി വായിക്കണം. നോൺ ഫിക്ഷണൽ ബുക്സ് വായിക്കണം. ഓക്കെ, പിന്നെ ഡെയിലി പിക്ചർ എടുക്കണം. പിന്നെ 10 push-ups തന്നെ ആഡ് ചെയ്ത് അങ്ങനെ സംഭവമൊന്നുമില്ല. പിന്നെ ഡെയിലി വ്ളോഗ് അത് ആഡ് ചെയ്തതാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ 75 ഹാർഡ് ചാലഞ്ച് റൂൾസ് വരുന്നത്. എനിക്ക് എൻ്റെ കൂടെ ചാലഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്തു, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ഡെയിലി നമുക്ക് ആര് ജയിക്കുന്നുള്ളത്, അല്ല ആര് കംപ്ലീറ്റ് ചെയ്യാൻ വരുന്നുള്ളത്. സോ ഇത് നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ മാറും കേട്ടോ. ഭയങ്കര സംഭവമാണ്. മെൻ്റലി നമ്മളെ സ്ട്രോങ് ആക്കി സംഭവം. ഓക്കെ, സീൻസ് ആണ്. ഞാൻ ചിലവരുടെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ബോഡി കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി ഇതിന് ശേഷം. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഉണ്ടാ പേടിയില്ലേ? ഒന്നും നഷ്ടപ്പെടാനല്ല നമ്മുടെ കയ്യിൽ. ഓക്കെ, എല്ലാം നേടാൻ മാത്രമേ ഉള്ളൂ. ലെറ്റ്സ് ഗോ. വയസ്സിന് നോക്കിയപ്പോണ്ടല്ല ഇങ്ങനത്തെ 5 ബോട്ടിൽ കുടിക്കണം. 3.75 liters വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ ചാലഞ്ച് സീനാവും കേട്ടാ. എന്തായാലും നമുക്ക് ചെയ്യാം അല്ലേ? ലെറ്റ്സ് ഗോ. ശാന്തി വീട് എടുക്കാൻ മറന്നുപോയി. ഇത് കുറച്ച് കുറച്ചിട്ടുള്ളൂ, ഇത്രയും കുറച്ചിട്ടുള്ളൂ. ചിക്കൻ കറി ഉണ്ട്, പ്രോട്ടീനാണ്. അപ്പോൾ കഴിച്ചിട്ട് വരാം. ഗൈസ്, അപ്പോൾ ഞാൻ വായിക്കാൻ പോകുമ്പോൾ ബുക്ക് ആറ്റോമിക് ഹാബിറ്റ്സ് ആണ് കേട്ടോ. ബുക്ക് വായിക്കാണ്ട് പോകുന്നത്. പണ്ട് അതുപോലെ 75 ഹാർഡ് ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊരു ഇത്രയും പേജ് എന്തോ വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നിർത്തി ഞാൻ കുറച്ച് ക്ലാസ് കാരണം കൊണ്ട് നിർത്തിട്ട് വന്നു. സോ ഈ വർഷം ഒന്ന് ഫുൾ വായിക്കും. ഓക്കെ, അതാണ് നമ്മുടെ പ്ലാൻ. സോ അപ്പോൾ 10 വയസ്സ് ആയിക്കോട്ടെ. ലെറ്റ്സ് ഗോ. ഗൈസ്, അപ്പോൾ ഞാൻ ബുക്ക് വായിച്ചിട്ടുണ്ട്. 10 പേജ് വായിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 3 ബോട്ടിൽ വെള്ളം കൂടി ചെയ്തിട്ടുണ്ട്. ഇപ്പം ജിമ്മിൽ പോകാണ്ട് സമയം 3 മണിയാവാനായി. സോ ഇനി 4 മണിയാകുമ്പോൾ ഒരു സ്ഥലത്ത് പോകാനുണ്ട്. സോ ഇപ്പോൾ ജിമ്മിൽ പോകാം നമുക്ക്. പിന്നെ ഇൻ്റർ വർക്കൗട്ട് ചെയ്ത് കഴിക്കുക. എന്നിട്ട് ഏകദേശം ഞാൻ 7 o'clock ആകുമ്പോൾ ഓടാൻ പോകും. അതും കഴിയുമ്പോൾ ഔട്ട്ഡോർ വർക്കൗട്ടും കഴിയും. പിന്നെ ഈറ്റ് ഹെൽത്തി ഞാൻ ജസ്റ്റ് മാർക്കറ്റ് കേട്ടോ. സപ്നാന്തെ 10 pages കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈറ്റ് ഹെൽത്തി, അതും കഴിച്ചതൊക്കെ ഹെൽത്തി തന്നെയാണ്. നമ്മൾ ഈ അൺഹെൽത്തി ഫുഡ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ക്യാൻഡീസ്, ഓയിലി ഫുഡൊക്കെ അതൊക്കെയാണ് മെയിൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അതല്ലാണ്ടുള്ള വീട്ടിൽ ഫുഡ് കഴിക്കുക, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഇൻഡോർ വർക്കൗട്ട് ചെയ്യാണ്ട് പോവുകയാണ്, ജിമ്മിൽ പോവുകയാണ്. പിന്നെ വാട്ടർ 3 ഗ്ലാസ് മൂന്ന് കുപ്പി കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 കൂടിയുണ്ട്. അതിന് ജിമ്മിൽ പോകാൻ തുടിക്കും. ഓക്കെ, സോ 10 push-ups ജിമ്മിൽ പോകാൻ എടുക്കാം. ഡെയിലി എടുക്കുന്നത് ടെക് പിക്ചർ എടുക്കാം. ഓക്കെ, സെറ്റ്.
പ്രോഗ്രസ് ഉണ്ട് കേസ്, പ്രോഗ്രസ് ഉണ്ട്. ഇതിൻ്റെ ഡേ 1ൻ്റെ ഒരു ആവേശം മാത്രമാണ്. ഓക്കെ, സോ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഡേ 1 മുതൽ കാണാം. അതാകുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പ്രോഗ്രസ് വിറ്റ്നസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ജിമ്മിൽ പോവാം. നമ്മളത് പവർ പ്ലസ് ജിമ്മിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ നമ്മളത് ജിമ്മിലേക്ക് എത്തിയിട്ടുണ്ടോ. അയ്യോ, നമ്മുടെ ജിമ്മ് ഇപ്പം ആരില്ല കേട്ടോ ഇവിടെ. ഇപ്പം 3:30 ഈ സമയം ആരുമില്ല. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ വർക്കൗട്ടിയാക്കി വർക്കൗട്ട് ഇതാണ് കേട്ടോ. അപ്പോൾ ജിമ്മെങ്ങാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇനി വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് പരിപാടി കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ വൈകുന്നേരം ഓടാൻ പോകും. പിന്നെ അപ്പം കാണാം ചിലപ്പോൾ. ഓക്കെ, ബൈ, പോട്ടെ. അപ്പോൾ ജിമ്മിലൊക്കെ നമ്മൾ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, സോ എന്താ 1 2 3 3 മുട്ട കഴിക്കാണ്ട് പോകണം. ഓക്കെ, സോ ചായ ഉണ്ട്. ചായ ഒന്നും കുഴപ്പമില്ല. കുറച്ച് ലോ ഷുഗർ കുടിച്ചാൽ പ്രശ്നമൊന്നും ആയിട്ടൊന്നുമില്ല. ഓക്കെ, ഞാൻ കഴിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ എടുക്കേണ്ടി വന്നത് പാർക്ക്, ഇവിടെ എന്താ മാളത്തിൽ പാർക്ക് എടുക്കുമ്പോഴത്തത്. സോ അത് വിളിക്കാണ്ട് വന്നാണ് ഫസ്റ്റ് ടൈം ഓടി നോക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പാർക്കിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ 6 മണി ഏകദേശമായി. അപ്പോൾ ഇവിടെ നിന്ന് പോവുകയാണ്. ഇനി ശേഷം പള്ളിയിൽ പോയതിന് ശേഷം ഓടാൻ പോകും. ഓക്കെ, കോപ്പിറൈറ്റ് ഗൈസ്. ഇപ്പോൾ ഇത് സമയം 7:15 ഔട്ട് വർക്കൗട്ടിന് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 45 മിനിറ്റ്സ് ഞാൻ ഇവിടെ നിന്നൊരു 5 കിലോമീറ്റേഴ്സ് ഓടും. ഓക്കെ, തിരിച്ചു വരും. അത്രേ ഉള്ളൂ. അതേ നമ്മുടെ ഇന്നർ ഔട്ടറും കഴിയും. പിന്നെ ഒരു ബോട്ടിൽ വെള്ളം കൂടി ഉള്ളൂ. അതിനെ നമ്മുടെ ചാലഞ്ച് ചെയ്യും ഇന്നത്തെ. പിന്നെ 74 ദിവസം കൂടി ഉണ്ട്. നോക്കാം നമുക്ക്, അല്ലേ? ലെറ്റ്സ് ഗോ. ഞാൻ ഓടാനൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ വന്നേക്കാണ് നമ്മളത് ടിക്കറ്റ് ഇടാന്ന് വിചാരിച്ചത്. 45 മിനിറ്റ്സ് ഔട്ട്ഡോർ കഴിഞ്ഞ്, അല്ല ഔട്ട്ഡോർ. ഓക്കെ, പിന്നെ ഇൻഡോർ അതും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ 1 ഗാലൻ വാട്ടർ ഇനി ഒരു ബോട്ടിലും കൂടി ഉള്ളൂ. സോ നമുക്ക് കുടിച്ചെടുക്കും. ശീല ഇപ്പം ഡെയിലി ബ്ലോഗ് എന്തായാലും ഇടും. സോ ടിക്ക് ചെയ്തേക്കാം. ഇനി 10 പുഷപ്പ് ഉണ്ട്. അപ്പം ഇപ്പം തന്നെ എടുക്കാം. ഓക്കെ, സോ ഞാൻ ഡേ 1 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ നാളെ കാണാം. എഡിറ്റ് ചെയ്യട്ടെ. ബൈ.